ഏത് ഫാൻസുകാരും ആഗ്രഹിക്കുന്നത് ആ നടന്റെ ഗംഭീര പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. ഇപ്പം മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും ഗംഭീര പ്രൊജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഗംഭീര സംവിധായകൻ, ഗംഭീര പ്രൊഡക്ഷൻ ടീമുകൾ, എൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ സിനിമാ ലോകം ടെക്നിക്കൽ വശങ്ങൾ, മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ, ക്യാമറാമാൻ ഉൾപ്പെടെ, എഡിറ്റർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാലഘട്ടമാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ ബി ഉണ്ണികൃഷ്ണനും മേജർ രവിയും അനൂപ് മേനോന്റെ പടങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് കൺഫേമായി മോഹൻലാലും കൺഫേം ആക്കി പറഞ്ഞേക്കുന്നതാണ്. ഇതിൻ്റെ പല കാര്യങ്ങളും മുന്നോട്ട് നടക്കുന്നു. ഇതിനകത്ത് ബി ഉണ്ണികൃഷ്ണന്റെ ചിത്രം നടക്കും എന്ന് തന്നെയാണ് 99% ഉറപ്പാണ്. അനൂപ് മേനോന്റെ നടക്കും. മേജർ രവിയുടെ ചിലപ്പം ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു പക്ഷേ മോഹൻലാൽ ഫാൻസിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന, മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല പലർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വേറൊന്നുമല്ല, മേജർ രവി മോശമൊന്നുമല്ല പറഞ്ഞേ. കാരണം അദ്ദേഹം 1-2 സിനിമകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് കീർത്തി അക്രയും പിന്നെ പിക്കറ്റ് 43 ആണ്. ബാക്കിയുള്ള ചിത്രങ്ങളൊന്നും ഈ പറയുന്ന ഒരു രസവും ഗുമൊന്നും ഇല്ലാത്ത ചിത്രങ്ങളാണ്. കാരണം അതിനുള്ള കാലിബർ ഉണ്ടോ എന്ന് നമുക്കൊരു പ്രേക്ഷകൻ എന്നുള്ള രീതി നമുക്ക് ചോദിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ പടം വരുമ്പോൾ തന്നെ മോഹൻലാൽ ഫാൻസ് ആയാലും ഒന്ന് തല കൈവക്കും, ദൈവമേ അടുത്ത പൊട്ടൽ വരുന്നു. എന്നാലും അതിനൊരു ആശ്വാസമാകാൻ ചാൻസ് ഉണ്ട്. കാരണം വിഷ്ണുമോഹൻ്റെ പുത്തൻ ചിത്രത്തിൽ ഓപ്പറേഷൻ ഗംഗയെ ബേസ് ചെയ്ത് റഷ്യ ഉക്രൈൻ സബ്ജക്റ്റാണ് എടുത്തേക്കുന്നത്. കാരണം അതും ഒരു പട്ടാളപ്പടം പോലെ സ്റ്റൈൽ പടം ആയതുകൊണ്ട് മോഹൻലാൽ ഇത് സ്വീകരിക്കാൻ ഇനിയും ചാൻസ് കുറവാണ്. മേജർ രവിയുടെ പടം ഒരു 99% ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.